പാർക്കിലും ടെക്നോ പാർക്കിലും വരുന്ന വാക്കൻസീസ് ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മെയിലിൻ്റെ ഫോർമാറ്റൊക്കെ കറക്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ DM ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് മെസ്സേജിൽ പറയുന്നത് ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തു, പക്ഷേ റെസ്പോൺസ് ഇല്ല പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അവർ അയച്ചു തന്നു. മെയിൽ അയച്ചു തന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതിൽ പ്രോപ്പറായിട്ടുള്ള സബ്ജക്റ്റ് ലൈനോ പോലും ഒന്നുമില്ല, ഒരു സബ്ജക്റ്റ് ലൈൻ ഇല്ല, ഒരു കവർ ലെറ്റർ ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ സിറ്റുവേഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മെയിൽ അയക്കുക. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇൻഫോ പാർക്കിനകത്തും ടെക്നോ പാർക്കിനകത്തും വരുന്ന ഫ്രഷേഴ്സിൻ്റെ വാക്കൻസി അപ്ഡേറ്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളൊരു 10 days ആയി നമ്മൾ ജോബ് അലേർട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രഷേഴ്സിൻ്റെ വാക്കൻസി അപ്ഡേറ്റ്സ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജോബ് വാക്കൻസിയാണോ വേണ്ടത് അത് ജസ്റ്റ് താഴെ നിന്ന് വന്ന് കമൻറ്റ് ചെയ്യാം. മൾട്ടിപ്പിളായിട്ട് നിങ്ങൾക്ക് വാക്കൻസീസ് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിളായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ദയവ് ഇത് മെസ്സേജ് അയക്കരുത്. നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണ് ഡൗട്ടുള്ളത് ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ആണ്. ഞാൻ പ്രോപ്പറായി റിപ്ലൈ കൊടുക്കാത്ത കാരണം ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിൽ വരുന്ന ഫ്രഷേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുള്ള ഒരു വാക്കൻസി അപ്ഡേറ്റ്സിൻ്റെ ഒരുപാട് എക്സ്പേർട്ട് ആയി പോയിട്ടുണ്ട് ജോബ് അലേർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് അതിനെ പ്രോപ്പറായിട്ട് റിപ്ലൈ തരാത്തത്. ഓക്കെ, എപ്പോഴും അതായത് കുറേ മുന്നിട്ട സംഭവമാണ്. ഒരു 2-3 days ഒക്കെയാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം ഒരു 1 week. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എക്സ്പേർട്ടായി പോവും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ള വാക്കൻസി ഇൻഫോ പാർക്കിനകത്ത് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസിയാണ്. ഫ്രഷറാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേണിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. അക്കാദമിക് അസോസിയേറ്ററിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. വീഡിയോ എഡിറ്റർ ട്രെയിനറിൻ്റെ വാക്കൻസി, പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസി വീണ്ടും വന്നിട്ടുണ്ട്. അതിപ്പോൾ 6 months 6 months എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന വാക്കൻസിയാണ് AI ഏജൻറ്റ്സ് ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് കേട്ടോ. പിന്നെ വരുന്നതാണ് AI എഞ്ചിനീയർ ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ആണ് അടുത്തത്. പിന്നെ വേർഡ്പ്രസ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. HR എക്സിക്യൂട്ടീവ് ഇൻറ്റേൺ ഫ്രഷേഴ്സിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് റൈറ്റർ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസി ഉണ്ട്. അത് മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വാലിഡിറ്റി പറഞ്ഞത് ഈ May 30 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, CVs ഒക്കെ നമുക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വാക്കൻസി, ക്രിയേറ്റീവ് ഡിസൈനർ ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി, ക്വാളിറ്റി അനലിസ്റ്റ് ടെസ്റ്റർ ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി, ക്രിയേറ്റീവ് ഡിസൈനർ ഇൻറ്റേണിൻ്റെ വാക്കൻസി, സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസി, സെയിൽസ് കൺസൾട്ട് ട്രാവൽ പ്രോസസ്സിൻ്റെ വാക്കൻസി. വീണ്ടും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ HR ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇൻഫോ പാർക്കിനകത്ത് വന്നിട്ടുള്ളത്. ഒരു 22ഓളം വാക്കൻസീസ് ആണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വാക്കൻസിയിലാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിന് മുന്നേ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാതും അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് ടെക്നോ പാർക്കിൽ വരുന്ന വാക്കൻസീസ് ആണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്നോ പാർക്കിൽ വരുന്ന ഫസ്റ്റത്തെ വാക്കൻസി എന്ന് പറയുന്നത് പ്രോസസ് അസോസിയേറ്റിൻ്റെ വാക്കൻസിയാണ്. പറയുന്നത് എല്ലാതും ഫ്രഷേഴ്സിൻ്റെ വാക്കൻസിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് റിയാക്ട് നോഡിൻ്റെ വാക്കൻസി, ഫ്രഷറാണ്. ഡാറ്റ സയൻറ്റിസ്റ്റ് ഫ്രഷേഴ്സിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയ കാൻഡിഡേറ്റ്സിനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹയറിംഗ് ഫ്രഷേഴ്സ് ഫോർ ദ പ്രോസസ് അസോസിയേറ്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അസോസിയേറ്റിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് അസോസിയേറ്റിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്ററിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ജാവ ട്രെയിനറിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയറിംഗിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഫ്രഷറിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. AI ഡെവലപ്പർ ട്രെയിനിയുടെ വാക്കൻസി വന്നിട്ടുണ്ട്. ട്രെയിനി ടെക്നീഷ്യൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. പൈത്തൺ ഫ്രഷറിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഫ്ലൂട്ട് ഡെവലപ്പറിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ബിസിനസ് അനലിസ്റ്റിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് ഇൻറ്റേണിൻ്റെ വാക്കൻസി, കണ്ടന്റ് റൈറ്ററിൻ്റെ വാക്കൻസി, HR റിക്രൂട്ടർ ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി, QA ട്രെയിനറിൻ്റെ വാക്കൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് പറയുന്നുള്ളൂ. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും വരുന്ന വാക്കൻസീസ് ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മെയിലിൻ്റെ ഫോർമാറ്റൊക്കെ കറക്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ DM ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് മെസ്സേജിൽ പറയുന്നത് ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തു, പക്ഷേ റെസ്പോൺസ് ഇല്ല പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അവർ അയച്ചു തന്നു. മെയിൽ അയച്ചു തന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതിൽ പ്രോപ്പറായിട്ടുള്ള സബ്ജക്റ്റ് ലൈനോ പോലും ഒന്നുമില്ല. ഒരു സബ്ജക്റ്റ് ലൈൻ ഇല്ല, ഒരു കവർ ലെറ്റർ ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ സിറ്റുവേഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മെയിൽ അയയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.